നമസ്കാരം. നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റിനെ വീണ്ടും ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. അതിനുള്ളൊരു ഭാഗ്യമുണ്ട്. കാരണം ഇപ്പൊ നമ്മള് 5 വർഷം പൂർത്തീകരിക്കാൻ പോകണല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി ആഴ്ചകളേ ഉള്ളൂ, വിജ്ഞാപനം വരെ. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ കാര്യം നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, അതിലൊക്കെ സംസാരിക്കാം. പക്ഷെ പ്രസിഡന്റ് ആയതിനു ശേഷം 2 വർഷമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും 5 വർഷത്തെ കാര്യം സ്വാഭാവികമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇപ്പൊ ഈ 5 വർഷം UDF ഈ പഞ്ചായത്ത് ഭരിച്ച് പൂർത്തീകരിക്കാൻ പോകണം. 5 വർഷം കൊണ്ട് UDFന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്? സാധിച്ചു. 2020 ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് അങ്ങേയറ്റം ആരുമായിട്ടൊരു സഹകരിക്കാനുള്ളൊരു അവസരമല്ലായിരുന്നു. അങ്ങേറ്റം ഒരു കോവിഡ് കാലമായിരുന്നു, ഇല്ലേ? ആരുമായിട്ടൊരു സംസാരമോ സമ്പർക്കമോ ഒന്നുമില്ലായിരുന്നു. ആ 20-21 കാലഘട്ടത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വീടുകളിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും മരുന്നുകളും കാര്യങ്ങളും ഡെഡ് ബോഡി കൊണ്ട് അടക്കുന്നതിനും എല്ലാ മെമ്പർമാരും ഒരേപോലെ സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ 20-21 കാലഘട്ടത്തിൽ ഒരു പ്രോജക്റ്റും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനോ വികസനം നടത്താനോ സാധിച്ചില്ല. 2 വർഷം പോയി. കാരണം ആ 2 വർഷത്തെ ഫണ്ടുകളെല്ലാമാണ് നമ്മൾ വികസനത്തിനായിട്ട് എടുക്കേണ്ടതെടുത്ത് കോവിഡ് കാലഘട്ടത്തിൽ ചെലവഴിച്ചു. ഒരു 22 തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ പഞ്ചായത്തുമായിട്ടൊന്ന് സഹകരിക്കാൻ സാധിച്ചത്. ഈ 22 കാലഘട്ടത്തിൽ വളരെ തുച്ഛമായ ഫണ്ട് മാത്രമേ പഞ്ചായത്തിന് ഉണ്ടായിട്ടുള്ളൂ. ആ പഞ്ചായത്തിന് എന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു വികസനം നടത്താൻ പറ്റുന്ന ഒരു പഞ്ചായത്തല്ല. ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു വികസനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് ഫാക്ടറികളോ കമ്പനികളോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളത് നമുക്കുള്ള ടാക്സ് മാത്രമാണ്. ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങളും എല്ലാം ഓണേറിയം കൊടുക്കുന്നതും എല്ലാമായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ടാണ്. അത് MLA-യുടെയും MP-യുടെയും പിന്നെ കേരള സ്റ്റേറ്റിന്റെയും പിന്നെ ശുചിത്വ മിഷൻ, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഓരോ വാർഡുകളിലും കിട്ടുന്നത്. ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത് അങ്ങേയറ്റം ഏറ്റവും മിനിമം പോയി കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ. ടാക്സിനത്തിനല്ല, ഓരോ മെമ്പർമാർക്ക് കിട്ടുന്നത് ആ വാർഡുകളിൽ, അതായത് നമ്മുടെ വികസന പ്രവർത്തനത്തിന് കിട്ടുന്നത്. ആ വികസന പ്രവർത്തനത്തിൽ കിട്ടുന്നത് കൊണ്ട് മെമ്പർമാർ അത് കൈകാര്യം ചെയ്തു പോകുന്നു. പിന്നെ ബഹുമാന്യനായ MP-യുടെയും MLA-യുടെയും ഏറ്റവും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചാണ് കൂടുതൽ വികസനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ നടത്തുന്നത് ഇപ്പൊ 17 വാർഡുകളിലും ഒരുമാതിരി നമ്മളെല്ലാ വികസനങ്ങൾ നടത്തുന്നു. പിന്നെ ഗവൺമെന്റിൽ തരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കൂടുതൽ ലൈൻ വലിക്കല്, അതേപോലെ ശുചിത്വ മിഷൻ തരുന്നത് കൊണ്ട്, പിന്നെ ലൈഫ് മിഷൻ തരുന്നത് കൊണ്ട് വീടുകൾ കൊടുക്കുന്നു. ഈ വർഷം 500 വീട് 512 ഭവനങ്ങളാണ് നമുക്ക് വന്നിട്ട്. ആ 512 ഭവനങ്ങളിൽ 315 ഭവനങ്ങളും നമ്മൾ എഗ്രിമെന്റിലേക്ക്. ഞാൻ പറയണത് ഈ തനത് ഫണ്ട് ഇല്ലാതെ, അതായത് ഇപ്പൊ തനത് ഫണ്ടിന്റെ കാര്യം പറഞ്ഞു, ഒരു വർഷം നമുക്ക് കിട്ടുന്നത് 4 ലക്ഷം രൂപ. ഈ ഒരു 4 ലക്ഷം രൂപ കൊണ്ട് ഒരു കാണ ശുചീകരിക്കാൻ പറ്റുള്ളൂ. ആ വാർഡിലുള്ളവർക്ക് പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് പറ്റില്ല. അതാത് വാർഡുകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശുചിത്വ മിഷനിൽ നിന്നൊക്കെ ഉള്ള കാലാകാലങ്ങളിൽ ശുചിത്വ മിഷൻ നമുക്ക് തന്നിരുന്നത് ഇപ്പൊ ശുചിത്വ മിഷൻ നിർത്തൽ ചെയ്തു. പിന്നെ അല്ലാതെ തരുന്നതെന്ന് പറഞ്ഞാൽ ശുചിത്വ മിഷൻ നമുക്ക് തരുന്നുണ്ട് ബാത്റൂമുകൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട്. അതെല്ലാം പിന്നെ 70% ശുചിത്വ മിഷനും 30% പഞ്ചായത്ത് വിട്ടാണ് ചില വർക്കുകൾ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടു പോരുന്നത്. പിന്നെ ലൈഫ് പദ്ധതിയിലാണെങ്കിൽ 4 ലക്ഷം രൂപ, അവർക്ക് ഒരു 12,000 രൂപ കക്കൂസിനായിട്ടും അഡീഷണൽ കൊടുക്കുന്നുണ്ട്. IAYടത് പദ്ധതി പ്രകാരമുണ്ട്, ലൈഫ് പദ്ധതി പ്രകാരമുണ്ട്. പിന്നെ അതിദാരിദ്ര്യർ, നമ്മളാണ് അതിദാരിദ്ര്യരെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തില് 17 വാർഡുകളിലുള്ള അതിദാരിദ്ര്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മരുന്നുകളായിട്ടും ഭക്ഷണമായിട്ടും പഞ്ചായത്ത് ചെയ്തുകൊണ്ട് അത് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട്, അതിന്റെ ഒരു ഫണ്ടിൽ വെച്ചാണ് അത് ഒരു വർഷത്തിന് ഇത്ര ഫണ്ട് മാറ്റി വെക്കണമെന്നുണ്ട് അതിദാരിദ്ര്യർക്കുള്ള. അത് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അത് പറയാനായിട്ട് കുടിവെള്ളം
കുടിവെള്ളത്തിന് നമ്മൾ ടാങ്കർ ലോറിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടാൻ പറ്റാത്ത വരുന്ന സമയങ്ങളിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ച് നമ്മൾ അവരുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് തീർക്കണമെന്നുള്ളത് കൊണ്ട് അതിനും നമ്മൾ അഡീഷണൽ ഫണ്ട് വയ്ക്കുന്നുണ്ട്. അതും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജലജീവൻ പദ്ധതി പ്രകാരം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഒരു ജലജീവൻ പദ്ധതി പ്രകാരം കൊടുത്തു കഴിഞ്ഞു. ഗാർഹിക കണക്ഷൻ നടപ്പാക്കിയതാണ് ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ സാഗി പദ്ധതി പ്രകാരം നമ്മുടെ MP-യുടെ ഒരു നമ്മളുടെ പഞ്ചായത്തിനാണ് ദത്തെടുത്തത്. അത് പ്രകാരം നമ്മൾക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ MP-യുടെ ഭാഗമായിട്ട് ചെയ്തു തന്നു. പിന്നെ MP ആണ് പാർക്കിൽ ഒരു ജിമ്മ് വെച്ചിരിക്കുന്നത്, അത് തന്നു. അത് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് തന്നു. ഇതൊക്കെ MP-യുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുപോലെ MLA-യുടെ ഫണ്ടിൽ നിന്ന് MLA ഇങ്ങനെ രാഷ്ട്രീയം നോക്കാതെ മിക്കവാറും എല്ലാ വാർഡുകളിലേക്കും ഫണ്ടുകൾ MLA ജില്ലാ പഞ്ചായത്ത് മറ്റു 2 പഞ്ചായത്തുകളിൽ കൊടുക്കുന്നതിലും ഏറ്റവും കൂടുതൽ സ്വന്തം ഗ്രാമമായ കുമ്പളങ്ങി പഞ്ചായത്ത് സ്വന്തം ഗ്രാമമായ കുമ്പളങ്ങി പഞ്ചായത്തിൽ തന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ അതാത് വാർഡിലെ മെമ്പർമാർക്ക് ഒരു സംയുക്തമായ പ്രോജക്റ്റ് വെച്ച് ബ്ലോക്ക് പഞ്ചായത്തും നമുക്ക് ഫണ്ടുകൾ നൽകിക്കൊണ്ടിരിക്കും. ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഹൈബിയുടെനും ആണ്. അവർ രണ്ടുപേരും ഒരു രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് UDF-ന്റെ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് എന്നുള്ള രീതിയിൽ കൂടുതൽ. പക്ഷേ MLA-യും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പൊ ഭരിക്കുന്നത് LDF ആണ്. അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ ഇങ്ങനെ ഒരു പിന്തുണ എനിക്കൊണ്ട് ഇടക്കാലം വെച്ചുകൊണ്ട് ഉണ്ട്. ഈ ഇടക്കാലം ഒന്നും അല്ല, നമ്മള് അവരോടൊപ്പം സഹകരിക്കുന്നതിനോടൊപ്പം ഞാൻ ഉദ്ദേശിച്ച ഇടക്കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂസൻ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണോ ഈ സഹകരണം കൂടിയെന്ന് പറയുകയാണ്. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ 2024 ജനുവരി 24-ാം തീയതി 24/1/2024 ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയത്. ആ കയറിയതിനു ശേഷം മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷം കോവിഡ് കാലഘട്ടമായിരുന്നു. പിന്നെ ആകെ പറയാനായിട്ട് 1 വർഷമേ ഉണ്ടായുള്ളൂ കൂടുതൽ. ആ സമയങ്ങളിലെല്ലാം ഫണ്ടുകൾ കുറവായിരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അത് തരുന്നതിനുള്ള ഇതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ എല്ലാ മെമ്പർമാരും നമ്മളോടും കൂടെ ആവശ്യപ്പെടുന്ന പ്രകാരം നമ്മൾ ഇവരോടെല്ലാം ആവശ്യപ്പെടുന്നു. MLA-യോട് ആവശ്യപ്പെടുന്നു, MP-യോട് ആവശ്യപ്പെടുന്നു, അതേപോലെ ജില്ലാ പഞ്ചായത്തിനോട് പറയുന്നു, ബ്ലോക്ക് പഞ്ചായത്തിനോട് പറയുന്നു. അങ്ങനെ അവരുടെ ബ്ലോക്കിൽ പോയി മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റിയിലും ഞാൻ പോകാതിരിക്കില്ല. എല്ലാ കമ്മിറ്റിയിലും പോയി നമ്മുടെ ആവശ്യം ആ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അവരതനുസരിച്ച് നമുക്ക് പ്രസിഡന്റ് പറഞ്ഞു വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അധികം കിട്ടിയില്ല, സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ആ പിന്നെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയം കിട്ടിയില്ല. കോവിഡും മറ്റ് കാര്യങ്ങളും കൊണ്ടിട്ട് അത് കവർന്നെടുത്തു, ആ സമയം കവർന്നെടുത്തു. പക്ഷെ താങ്കൾ പ്രസിഡന്റായി വന്നതിന് ശേഷം അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് വരുമ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമുക്ക് അവരെ ഒരു കുറ്റപ്പെടുത്താനോ എടുക്കാനോ പറയാനോ പറ്റില്ല. പിന്നെ അവരൊരു പുതിയ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങൾ കൂടെ പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു. അവരൊരിക്കലും ഭരണം മോശമാക്കിയെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്നാലും വികസനങ്ങൾ ചെയ്യേണ്ട രീതിയിലെല്ലാം വികസനങ്ങൾ ചെയ്തു. അവർക്ക് മറ്റുള്ളവരെല്ലാം പറഞ്ഞു കൊടുക്കുകയും കിട്ടേണ്ട സ്ഥലത്തുനിന്ന് വാങ്ങിക്കാനും എടുക്കാനും പോകാനും എല്ലാം അവർ ഉത്സാഹം തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് പരിചയസമ്പന്നയും കൂടെ ആയതുകൊണ്ട് അത് ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, എവിടെ ചോദിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. തന്മയത്വം, ഒരു രാഷ്ട്രീയം വകവെക്കാതെ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയം ഇന്നതാണ്, പക്ഷെ നമ്മുടെ MLA-യുടെ രാഷ്ട്രീയം ഇന്നതാണ്, ബ്ലോക്കിന്റെ രാഷ്ട്രീയം ഇന്നതാണ്. പക്ഷേ രാഷ്ട്രീയമല്ല അവിടെ നോക്കേണ്ടത്, നമ്മുടെ പഞ്ചായത്തിന് എന്ത് ലഭിക്കും അവരിൽ നിന്ന് എന്നുള്ളതാണ് നോക്കേണ്ടത് എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയതിന്റെ പരിണിത ഫലമാണ് ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ കയറിയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുമ്പോൾ 17 വാർഡും എനിക്കുള്ളതാണ്. അവിടെ രാഷ്ട്രീയം LDF ആണ്, കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരത്തിയാണ്, അതുകൊണ്ട് LDF-നെ സ്വീകരിക്കരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എല്ലാവരെയും ഒരു കയ്യിൽ കൊണ്ടു നടന്നു, ഒരുപോലെ ചിറകിൻ കീഴിൽ കൊണ്ടു നടന്നാൽ മാത്രമേ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോകുന്നു അതേപോലെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കളാണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്.
കുറെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ എനിക്കുണ്ടായി. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെല്ലാം ഞാൻ തരണം ചെയ്തു. എന്നിട്ടും ഞാൻ ഒന്നും പതറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മാത്രമേ ഞാൻ ഇവിടെ ഈ ചിന്തിച്ചിട്ടുള്ളൂ. പ്രതിസന്ധി ഉണ്ടായത് സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആർക്കോ ആയിക്കോട്ടെ, പ്രതിസന്ധി ഉണ്ടാവുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എതിർ കക്ഷികളുടെ ഭാഗത്ത് നിന്നാണ്. ഇവിടെ പ്രതിസന്ധി മുഴുവൻ നേരിട്ടത് സ്വന്തം കൂട്ടരിൽ നിന്നാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്റെ സ്വഭാവമായിരിക്കില്ലല്ലോ മറ്റുള്ളവരുടെ സ്വഭാവം. ഞാൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ എടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിച്ചാൽ മാത്രമല്ലേ ആ ഒരു ഒഴുക്കുണ്ടാവുകയുള്ളൂ. അത് എന്തോ അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ എന്താണോ എന്നുള്ള അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആളുകൾ നമ്മളോട് പറയുന്നതൊന്നും ഞാൻ വകവെച്ചിട്ടില്ല. വകവെക്കാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു വശത്തൂടെ കിടക്കും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം 5 വർഷം പറഞ്ഞതിൽ 2 വർഷം എനിക്ക് തന്നു. ആ 2 വർഷം എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് പോവുക എന്നല്ല, നല്ല രീതിയിൽ പൂർത്തീകരിച്ചു പോവുക, ജനങ്ങളോട് കൂടി സഹകരിക്കുക, ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക, ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എനിക്കുള്ളത്. പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറാൻ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ പറ്റാതെ പോയത്, അതായത് എൻ്റെ കാലയളവിൽ പൂർത്തീകരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം വെച്ചിട്ട് പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയും തുടങ്ങി വെക്കുകയും ചെയ്ത പദ്ധതി ഏതാണ്? തുടങ്ങി വെച്ച പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പഞ്ചായത്ത് 2010 കാലഘട്ടത്തിൽ ആയിരുന്ന സമയം മുതലേ കളിസ്ഥലം എന്ന് പറഞ്ഞ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം അടുത്ത വരുന്ന ഭരണസമിതി വെക്കും എന്നുള്ള കണക്കിൽ ഞങ്ങൾ ഫണ്ടുകൾ വെച്ച് പോയി ഇറങ്ങിയവരാണ് റോഡിനും അതിനും. അത് കഴിഞ്ഞതിന് ശേഷവും അത് പൂർത്തീകരിച്ചില്ല. വീണ്ടും ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ ഈ 3 വർഷം എനിക്ക് മുന്നേ ഉണ്ടായ വ്യക്തികളാണെങ്കിലും അതിന്റെ പിന്നിലൂടെ അവർ കുറെ പ്രവർത്തിച്ചു. അതിന്റെ നൂലാമാലകൾ അഴിച്ചു കെട്ടാനുള്ള പല പ്രതിസന്ധികളും ഉണ്ടായി. ഞാൻ വന്നു 19/2/2024 നടത്തിയ കമ്മിറ്റി പ്രകാരം ഞാൻ അതിന്റെ നൂലാമാലകൾ അഴിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് പല വ്യക്തിത്വങ്ങളോടും ഞാൻ സംസാരിച്ചപ്പോൾ എങ്ങനെയെല്ലാം ചെയ്താലാണ് അത് നടക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നൊരു തീരുമാനമെടുത്ത് റെസൊല്യൂഷൻ എടുത്തിട്ട് ഞാൻ അത് കളക്ടറിന്, RDOയ്ക്ക്, ഗവൺമെന്റിന്, ബഹുമാനപ്പെട്ട MLAയോടും MP യോടും എല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ പേപ്പറുകളെല്ലാം വിട്ടപ്പോഴാണ് ഓരോ 1 by 1 ആയിട്ട് അതിന്റെ നൂലാമാലകൾ എങ്ങനെ അഴിക്കാൻ പറ്റുമെന്നും അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സാഹചര്യങ്ങൾ വരികയും നമ്മളെ വിളിപ്പിക്കുകയും പറയുകയും അതിന് വേണ്ടിയിട്ട് നടപടിക്രമത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ വച്ചിരിക്കുന്ന ഫണ്ട് ചിലവഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായിരിക്കും. അത് ഇനിയും വരുന്ന ഭരണസമിതിക്കാണെങ്കിലും ചെലവഴിക്കാൻ പറ്റും. അതിനെ ഒന്നെങ്കിൽ നമ്മളത് മാറ്റി ഒരു റിവിഷനിൽ മാറ്റി ആ ഫണ്ട് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ അത് ഇനിയും സാധിക്കും. ആ ഫണ്ട് നഷ്ടപ്പെടുകയില്ല. ഫണ്ടിൽ എങ്ങനെയെങ്കിലും അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഓരോ നൂലാമാലകൾ കെട്ടാൻ വരുമ്പോൾ അതിനനുസരിച്ച് അതിനെ മുറുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു സംഗതി ഉള്ളത്. ഈ കളിസ്ഥലത്തിന്റെ കാര്യത്തില് ഇപ്പോഴത്തെ നിലവിലെ നമ്മൾ കണ്ടെത്തിയ സ്ഥലത്തില് തടസ്സം ഇപ്പൊ നിലവിലെ ഫയൽ ഇപ്പൊ ഞങ്ങൾക്ക് ഓംബുഡ്സ്മാൻ ഞങ്ങളെ വിളിപ്പിച്ച് ഞങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഓംബുഡ്സ്മാൻ പറഞ്ഞത് ചതുപ്പായ സ്ഥലമാണ്. അവിടെ നമ്മൾ എത്രയെല്ലാം മണ്ണിട്ട് നികത്തിയാലും എടുത്താലും കീഴേക്ക് പോവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിനെ വേറെ ഏതിലെങ്കിലേക്കും മാറ്റി നിങ്ങളൊരു നല്ലൊരു കളിസ്ഥലം, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലമില്ല, കളിസ്ഥലം ആവശ്യമാണ്, ഗവൺമെന്റ് നമുക്ക് തരാനും സന്നദ്ധയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഒരു നടപടിയിലേക്ക് പോകാനുള്ളതിന് തീരുമാനിക്കുക. പിന്നെ നമ്മൾക്ക് NOC കൊടുക്കണമെന്നുണ്ടെങ്കിൽ CRS പരിധിയാണ്, ചതുപ്പ് നിലമാണ്, തണ്ണീർത്തടമാണ്, ഇതിന്റെ എല്ലാം കിടന്നു. അതിനോടൊപ്പം കണ്ടലും വളർന്നു വന്നിരിക്കുന്നു. ഒരു കണ്ടല് പോലും വെട്ടരുതെന്നാണ് ഞങ്ങൾക്ക് ഉത്തരവ്. അതെ, സ്വാഭാവികമായിട്ടും അത് പ്രായോഗികമല്ല, അത് നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷേ കളിസ്ഥലം വരും. അത് 100% ഞാൻ ഉറപ്പു തരുന്നു. കളിസ്ഥലം കുമ്പളെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറച്ച് പൈസ മുടക്കി നമുക്ക് വില കുറഞ്ഞ ഒരു വസ്തു വാങ്ങിച്ചാൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ പറയുന്ന കുമ്പളങ്ങിയിലുള്ള ജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും MLAയുടെയും MPയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുമ്പളങ്ങി പഞ്ചായത്തിന്റെയും എല്ലാം കൂടെ ഉള്ളൊരു സഹകരണം വെച്ചാൽ ഇപ്പോൾ പെരുമ്പടപ്പിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയി വാങ്ങിച്ച് കളിപ്പിച്ചതിനേലും വലിയൊരു ടർഫ് പോലത്തെ ഒരു കളിസ്ഥലം കുമ്പളെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ 100% ഉറപ്പ് പറയും. അതിനുള്ള ഒരു പ്രാരംഭ നടപടികൾ ഈ ഇറങ്ങി പോകുന്നതിനേക്കാൾ മുമ്പ് ചെയ്യുമോ?
നമ്മൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയം നമുക്കില്ല. കാരണം റിവിഷനിലേക്ക് വെച്ച് അതിനെ എടുക്കും. അതിന് ഒത്തിരി പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകൾ നടപ്പാക്കണമെങ്കിൽ അല്പ താമസമുണ്ട്. ഞാൻ ചോദിക്കുന്നത് റിവിഷനിലേക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, റിവിഷനിലേക്ക് വെക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. കാരണം ഇനി അധികം നമുക്ക് കമ്മിറ്റികൾ നടത്താനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ല. ഇടതുപക്ഷത്തിനാണെങ്കിലും നമ്മളോട് കൂടിയുള്ള പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കൂടിയുള്ള ഭരണപക്ഷത്തിനോ ഒരു തർക്കവും ഇല്ല. അവർക്കും കളിസ്ഥലം വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സമരം ചെയ്യുന്നില്ലല്ലോ. ഒരിക്കലും ഒരു സമരം ചെയ്യാൻ ആഗ്രഹിക്കണില്ല. എന്താ കാര്യം? കാരണം അവരും എന്നോടൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല. അവരെന്തു പറഞ്ഞാലും അവരുടെ കാര്യങ്ങൾക്കും ഞാനൊരു നോ പറയാറില്ല. പക്ഷെ അവിടെ എന്തായാലും സമരം ചെയ്യുന്നുണ്ടെങ്കിലും അവര് ആ പറയുന്നതില് സമരം ചെയ്യാതെ ആർക്കും ചെയ്യാലോ. ഇപ്പൊ എനിക്കും സമരം ചെയ്യാം, എന്റെ കൂട്ടത്തിലുള്ളവർക്കും സമരം ചെയ്യാം, പ്രതിപക്ഷത്തിനും ചെയ്യാം, ഭരണപക്ഷത്തിനും ചെയ്യാം, ആർക്കും സമരം ചെയ്യാം. ആരെയും സമരത്തിന് എടുക്കുകയില്ല. ഫേസ്ബുക്ക് യുദ്ധത്തിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് നുള്ളി നോവിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. എനിക്കത് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവരെ ദ്രോഹിക്കാനായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. അതാണ് എനിക്ക് രാഷ്ട്രീയമല്ല അവിടെ ആവശ്യം, മാനുഷിക പരിഗണന, ജനങ്ങളുടെ വികസനം, അത് എന്നോടൊപ്പം നിൽക്കുക. അത് നിന്നുകൊണ്ട് അവര് ബുദ്ധിയുള്ളവരാണ്, അവരുടേതായ കാര്യങ്ങളും നടക്കും. ഇല്ലേ? എന്നെ വെറുപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്താകാനാ? ഒന്നും ആകാൻ പറ്റില്ല. നമ്മൾക്ക് എല്ലാവർക്കും തുല്യമാണ്. അപ്പൊ നമ്മൾ പരസ്പരം വെറുപ്പിക്കാതെ കാര്യങ്ങൾ പോവാ. അവരുടെ വാർഡിലുള്ളതും എന്റെ രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകരുത്. അവർക്കും ഇതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരം കൊടുക്കണം. എങ്കിൽ മാത്രമല്ലേ ഓരോരുത്തരും ഓരോ പാർട്ടിയെ സ്നേഹിക്കുള്ളൂ. ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം 2010-15 കാലഘട്ടത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 8-9 ഭരണസമിതി ഉണ്ടായ സ്ഥലത്ത് 13 ഭരണസമിതിയെയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. താങ്കളുടെ ഓഫീസിൽ വന്ന് ഞാൻ എന്നെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമോ ചോദിച്ചു. അടുത്ത പ്രാവശ്യത്തെ 4 സീറ്റിൽ കൂടുതൽ ഞാൻ തരില്ല എന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അതേപോലെ തന്നെ 4 സീറ്റിൽ കൂടുതൽ കൊടുത്തില്ല. അതിനുശേഷം ഓർമ്മയുണ്ടായിരിക്കും, 13 സീറ്റ് നമ്മൾക്കും 4 സീറ്റും അവർക്കുമായിട്ടാ പോയത്. ആ സ്ഥലത്ത് വീണ്ടും കയറി വന്നപ്പോഴത്തേക്ക് 6 സീറ്റ് അവർക്കായി, 11 സീറ്റ് ഇതായി. ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്. 19 സീറ്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഈ 19 സീറ്റ് കിട്ടിയാലും കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമായിരിക്കുമല്ലോ. ഏത് വാടി ചെന്ന് പറഞ്ഞാലും ജനങ്ങൾ എന്നെ തള്ളിപ്പറയില്ല എന്ന് ഏത് ആളുകളാണെങ്കിലും പറയും. കാരണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും, ശരി കണ്ടാൽ ശരിയാണെന്ന് പറയും. പഞ്ചായത്ത് പ്രസിഡന്റിന് തള്ളിപ്പറയാൻ പ്രതിപക്ഷം തയ്യാറല്ല. പക്ഷേ പഞ്ചായത്ത് പിന്നെ വേറെ അവര് മൊത്തത്തിൽ പഞ്ചായത്തിനെ അനുകൂലിക്കാനും തയ്യാറല്ല. ആകെ പഞ്ചായത്തിനെ അനുകൂലിക്കാൻ തയ്യാറല്ല. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുഴപ്പമില്ല. എന്നാൽ ഭരണസമിതി എന്ന് പറയുമ്പോൾ, അതായത് ഭരിക്കുന്നവർ, ഭരണസമിതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഈ 17 പേരും കൂടി ചേർന്നാണ് ഭരണസമിതി. കാരണം അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ശരിക്കും പഞ്ചായത്തിനില്ല. എങ്കിലും നമ്മൾ പ്രായോഗികമായിട്ട് പറയുമ്പോൾ ഭരണസമിതി എന്ന് പറയും. അത് ഭരണസമിതി എന്നുള്ളത് അത്ര സുഖമല്ല. എന്നാൽ പ്രസിഡന്റ് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരമ്മ പെറ്റ മക്കളല്ലല്ലോ, പല അമ്മ പെറ്റ മക്കളല്ലേ. പല സ്വഭാവത്തിലായിരിക്കും, പല തട്ടിലായിരിക്കും, പിന്നെ പലരും പല രീതിയായിരിക്കും. പുതിയതായിട്ട് വന്നവർക്ക് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രാവീണ്യം ഉണ്ടാവില്ല, അല്ലേ? അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാവില്ല. അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് പല തെറ്റുകളുണ്ടാവും. പിന്നെ വൈരാഗ്യ ബുദ്ധിയോ വാശിയോ കാണിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ ഇത് പൂർണ്ണമാകില്ല. ഇട്ടേച്ചൊട്ട് ഞാൻ പോവുകയുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരു രാഷ്ട്രീയത്തില് അഹങ്കാരം എന്നുള്ളത് സാധനം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഇത് രണ്ടും ഗുണമാണ്. ഒരിക്കലും അഹങ്കാരവും ഞാനെന്ന ഭാവവും പാടില്ല. എളിമയാണ് അവിടെ ആവശ്യം. താഴേക്കിടയിലേക്ക് പോവുക, ഏറ്റവും താഴേക്കിടയിൽ ചെന്നിട്ട് പോവുക. ഞാൻ ഇന്നും എൻ്റെ മുറിയിൽ വന്നു കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളോടൊപ്പമുള്ളതാണ് ഞാൻ ഒരിക്കലും ഇരിക്കാൻ പറയണ്ട, നിങ്ങൾ വന്നാൽ നിങ്ങളുടെ സീറ്റിൽ ഇരിക്കാം. അതാണ് ആവശ്യം. കാരണം ഞാനും അവരോടൊപ്പമാണ്. പിന്നെ എന്തിനാ എന്റെ മുമ്പിൽ അവർ നിൽക്കാൻ പാടില്ല, എഴുതി വെച്ചിട്ടുണ്ട്. അത് എടുത്തു വേണമെങ്കിൽ നിങ്ങൾ കാണിക്കുക. അതാണ് ഒരു വേണ്ടതെന്നൊക്കെ ഞാൻ പഞ്ചായത്ത് തന്നെയല്ലേ കുംബോസ് വളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലല്ലേ? പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ ഒരു കുമ്പളങ്ങി എന്നുള്ള ഒരു പേരിന് വേണ്ടിയിട്ടാണ് കുംബോസ് എന്നാക്കി.
പലരോടും ചോദിച്ചപ്പോൾ ഒരു പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് പറഞ്ഞു തന്നത്, നിങ്ങളുടെ വളത്തിന് കുമ്പോസ് എന്നിട്ടാൽ കുമ്പളങ്ങി എന്നുള്ളതിന്റെ ആ ഒരു ഇത് വരുമെന്ന്. അല്ല, അത് എനിക്ക് തോന്നുന്നു അത് എറണാകുളം ജില്ലയില് എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി സ്വന്തമായി ജൈവവളം നമ്മള് പിന്നെ എന്താണ് പാഴ്വസ്തുക്കളല്ല, നമ്മള് ഇതിന് അജൈവ വസ്തുക്കള് നമ്മുടെ ഹോട്ടലുകളിലെയും പിന്നെ വീടുകളിലെയും വീടുകളിൽ എടുക്കുന്നില്ല, കാറ്ററിങ്ങുകളുടെയും പിന്നെ ഹോം സ്റ്റേകളുടെയും എല്ലാം നമ്മൾ എടുത്തിട്ട്, കാറ്ററിംഗുകാരാണ് കൂടുതലുള്ളത്, ഇതെല്ലാം എടുക്കുന്നത് 9 രൂപ കിലോയ്ക്ക് തൂക്കി അവർ വാങ്ങിക്കുകയും 7 രൂപ അവർ ചെയ്യുകയും അവർ ചെയ്യുമ്പോഴത്തേക്ക് 2 രൂപ പഞ്ചായത്തിന് വിഹിതം തരികയും ചെയ്യുന്നുണ്ട്. ആ വളം നമ്മളിപ്പോൾ അവര് പിന്നെ മണ്ണൂത്തിയിൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു വളമാണെന്ന് ബോധ്യമായി. അതിന് ശേഷമാണ് നമ്മൾ പാക്കേജ് ചെയ്ത് അതിന് കുമ്പോസ് എന്ന് പേരിട്ട് നമ്മളിപ്പോൾ വിൽക്കാൻ തുടങ്ങിയത്. അത് കൃഷിഭവനെയും ഏൽപ്പിച്ചു, ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചു, വീടുകളിലാക്കി. അങ്ങനെയാണ് ഇപ്പൊ ഒരു ജമന്തിപ്പൂ ആയിട്ടുള്ള ഒരു ഗാർഡൻ കുമ്പളങ്ങിയിൽ നമ്മുടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വളമാണ് അവര് കൊണ്ടുപോയിട്ട് പിന്നെ എന്താ അവിടെ ഇപ്പോഴും അത് എക്കോനോവ കമ്പനിക്കാരാണ് അത് എടുത്തിരിക്കുന്നത്, അവരാണ് അത് കഴിയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കുമ്പോസ് എന്ന വളത്തിന്റെ പേര് പറയുമ്പോൾ സൂസൻ ജോസഫ് എന്ന പ്രസിഡന്റിന്റെ ആയിരിക്കും ഓർമ്മ വരുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ തുമ്പോർ മൊഴി നടപ്പാക്കാൻ വേണ്ടി വന്നതാണ്. ആ തുമ്പോർ മൊഴി ഇതുവരെയും നടപ്പാക്കാൻ സാധിച്ചില്ല. ഞാനല്ല, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലുള്ള എൻ്റെ കൂടെയുള്ള ശുചിത്വത്തിൻ്റെയും പിന്നെ സെക്രട്ടറിയും മറ്റുള്ളവരെല്ലാവരും കൂടെ നമ്മൾ ചേരാനല്ലൂർ പഞ്ചായത്തിൽ തുമ്പോർ മൊഴി നടപ്പാക്കുന്നുണ്ടെന്ന് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടു. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഈ എക്കോനോവ എന്ന കമ്പനിക്കാർ നമ്മളോടുകൂടി വന്നു, ക്ലാസ് എടുത്തു, പറഞ്ഞു തന്നു. അവർക്ക് നമ്മൾ എഗ്രിമെന്റ് വെച്ചു. അവരാണിപ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ 2 പഞ്ചായത്ത് വന്ന് നമ്മുടെ പഞ്ചായത്തിൽ കണ്ടു. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നു, പഠിക്കാൻ വന്നു. കാസർഗോഡ് നിന്ന് ഒരു കൂട്ടർ വന്നു, 2 കൂട്ടരും വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷത്തോടെ പോയത് അവർക്ക്. കാരണം നമ്മളുടെ പ്ലാസ്റ്റിക്കുകളെല്ലാം ഹരിതകർമ്മസേന അംഗങ്ങൾ MCF അത് ചെയ്തു വയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ തുമ്പോർ മൊഴിയിൽ വളങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. ആ വളങ്ങള് നമ്മൾ അക്ഷരാർത്ഥത്തിലൊരു മാതൃകാ ടൂറിസം ഗ്രാമമായിട്ട് കുമ്പളങ്ങി മാറി. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു, സാധിക്കും. ഇനി നമ്മുടെ ഈ പാർക്കിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, പാർക്ക് പണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് ഇവിടെ കയറുന്നതിന് ഒരു ടിക്കറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. പാർക്ക് നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് നമ്മളിപ്പോ ഈ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം, ജിമ്മിന്റെ ഇത് വന്നതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടു. ഓപ്പൺ ജിം വന്നപ്പോ അപ്പൊ നമ്മൾ ഏത് സമയത്തും ആളുകൾ കയറി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ പറയണ്ടല്ലോ, എവിടെയും ഉണ്ടാവുമല്ലോ ഒരു ദ്രോഹികള്. അതേപോലെ വന്നാണ് ഇപ്പൊ ഇവിടെ നശിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. നമ്മൾ പ്രോജക്റ്റ് വെച്ച് പുല്ലുകളും കാര്യങ്ങളും എല്ലാം വെട്ടി വൃത്തിയാക്കി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവിടെ ഒരു നല്ല ഹോട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. ആ ഹോട്ടലുകൾ അയാൾക്ക് നഷ്ടമായി മാറി. അയാൾ അത് പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചത് പ്രകാരം നമ്മൾക്ക് അയാൾക്ക് അതിൽ ബുദ്ധിമുട്ടായി. നമ്മൾക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് ബാധ്യതയായി. നമ്മൾ അയാൾക്ക് RR കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് അയാൾ അടച്ചിട്ടില്ല. രണ്ടാമത് നമ്മളിപ്പോൾ ടെൻഡർ കൊടുത്തു. അവരൊരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇന്നിപ്പോ വന്ന് ഇവിടെ പാർക്ക് സന്ദർശിക്കാനിരിക്കണേന്ന്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഉപകരണത്തിന് വേണ്ടിയിട്ട്, കളി ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അത് ചെയ്യുന്നതായിരിക്കും. ജിമ്മിൻ്റെത് മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ മോശമായി വരുന്നുണ്ട്. അതിനും നമ്മൾ അവരുടെ കാലാവധി കഴിഞ്ഞു. അത് നമ്മളിപ്പോ അടുത്ത് തന്നെ അതെല്ലാം റിപ്പയർ ചെയ്തു. അതും കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ അടുത്തത് ഞാനിപ്പോ നമ്മളെ ഷിപ്പ്യാർഡുമായിട്ട് CSR ഫണ്ട് വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ബിൽഡിങ്ങേ പറ്റുള്ളൂ, പാർക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ശരി, ഞങ്ങൾ ഒരു നല്ലൊരു ഫണ്ട് വെച്ച് ഇവിടെ ഒരു ഫെൻസിങ് ആക്കുവാണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഒരു ഫെൻസിങ് ആക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്നിട്ട് ഒരു ടിക്കറ്റ് വെച്ച് കയറിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് കയറുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ടിക്കറ്റ് വെച്ച് കയറ്റാമെന്ന് അവിടുത്തെ. പിന്നെ ഇപ്പോഴും നമ്മളിവിടെ പാർക്കിൽ വരുന്നവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഈ അടുത്ത ദിവസം തന്നെ ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾട്ടാസിന്റെ അവിടെ ഫിറ്റ് ചെയ്ത് തോന്നുന്നത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശുചീകരിച്ച് നമ്മൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇവിടെ വെക്കുന്നു. ചൂടുവെള്ളവും പച്ചവെള്ളവും തണുത്ത വെള്ളവും അതായിട്ട് എല്ലായിടത്തും വയ്ക്കുന്നുണ്ട്. ഇപ്പൊ തെക്കേറ്റം ബസ് സ്റ്റാൻഡിന്റെ അവിടെ, ഹോസ്പിറ്റലില്, ഗവൺമെന്റ് സ്കൂളില്, പഞ്ചായത്തില് നമ്മൾ വെച്ചിരിക്കുന്ന ഫ്രണ്ട് ഓഫീസിലാണ്. ഫ്രണ്ട് ഓഫീസിലെ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരിച്ചിരി ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി എങ്ങും പോകാതിരിക്കാൻ വേണ്ടി ഒരു ഫിൽറ്റർ അവിടെയും
ഫിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഘടക സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് വേറെ ഒരെണ്ണം ആയുർവേദ ആശുപത്രിക്ക്, അത് നമ്മുടെതല്ല വെച്ചിരിക്കുന്ന ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫണ്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ മിക്കവാറും റോഡുകളൊക്കെ നന്നായിട്ടുണ്ട്. മിക്കവാറും ഉള്ള വർക്കുകൾ ഇപ്പൊ ഈ പറയുന്ന 13-ാം തീയതിയും കൂടെ ഒരു ടെൻഡർ കഴിയുമ്പോൾ എല്ലാ ഈ വർഷത്തെ അത് നല്ല ഭംഗിയായിട്ട് തന്നെ. പിന്നെ ആ റോഡ് നമ്മുടെ പഞ്ചായത്തിന്റെ അതിലേ കൂടെ പോകുന്ന റോഡ് നമ്മുടെതല്ല, അത് നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലായിരുന്നു. ഇപ്പൊ ജില്ലാ പഞ്ചായത്തല്ല, അത് പഞ്ചായത്തിൻ്റെതായിട്ട് തന്നെ ഇതാക്കി. അതിപ്പോ നമ്മുടെ ബഹുമാന്യനായ MLA 1 കോടി സംതിങ് തുകയ്ക്ക് എസ്റ്റിമേറ്റ് ആക്കി അതിന് ടെൻഡർ നടപടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഇലക്ഷന് മുന്നേ ചിലപ്പോൾ അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലഞ്ചേരിയിലേക്കുള്ളത്. MLA-യുടെ എല്ലാ പരിപാടികളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം നേരത്തെ അപൂർവമായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാ പരിപാടികളിലും. അല്ല, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയമല്ല, നമ്മൾക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ഇത് വെച്ചിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതൊരു അവോയ്ഡ് ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. എനിക്കത് പറ്റില്ല. എന്നെ വിളിക്കുന്ന മീറ്റിങ്ങിന് ഏത് പാർട്ടി ആയാലും ഏത് വ്യക്തിത്വങ്ങളായാലും ഞാൻ അവിടെ വലിപ്പ ചെറുപ്പമില്ലാതെ പോയി പങ്കെടുക്കുക എന്നത് എൻ്റെ ഒരു ഇതാണ്. അത് ഞാൻ അന്നും ചെയ്യും, ഇന്നും ചെയ്യും. ഇനിയും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത ഒന്നും ഞാൻ തീരുമാനമാക്കിയിട്ടില്ല. എങ്ങനെ വേണം, നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനമാക്കിയിട്ടില്ല. ചോദ്യം വേറെ വരാനുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ പറയണ്ടായിരുന്നു. ഈ കുമ്പളങ്ങി കണ്ടക്കടവ് റോഡുണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് നേരത്തെ അവിടെ വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളുകൾക്ക് വലിയ പ്രയാസം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഞാൻ പറയുന്നത് വളരെ വലിയൊരു ടൂറിസം മേഖലയിലേക്ക് നമ്മള് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതി അനുഭവമുണ്ട്. അതിന് ഞങ്ങൾ ചെയ്തത് സമ്പൂർണ്ണ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് വൃത്തിയാക്കണം, അത് ആളുകൾക്ക് സൗന്ദര്യവൽക്കരണം ചെയ്യുന്ന രീതിയിൽ ഭംഗിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടക്കടവിനെ ഏറ്റെടുത്തു. അപ്പൊ കുമ്പളങ്ങി ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടക്കടവിനെയാണ് ഏറ്റെടുത്തത്. അവിടെ ആവുമ്പോൾ 2 സൈഡിലും നമുക്ക് ഭംഗിയുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ അവിടുത്തെ ഒരു നമ്മുടെ ബോച്ചയുടെ റിസോർട്ടില് അവരോട് ചെന്നിട്ട് ആവശ്യപ്പെട്ടു. അതിനോട് ഇപ്പുറത്ത് തന്നെ നമ്മുടെ ഒരു റിസോർട്ടുകൾ ഉണ്ടല്ലോ, ഒരു ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോണം, അവരവരുടെ സ്ഥലത്തുള്ള വേസ്റ്റുകളെല്ലാം വൃത്തിയാക്കി ഒരു ബിന്നുകളൊക്കെ സ്ഥാപിച്ചു, ബോട്ടിൽ ബിന്നുകളും അതുപോലെ വേസ്റ്റ് ബിന്നുകളും സെപ്പറേറ്റ് കുപ്പികളും കാര്യങ്ങളും ഒക്കെ ആക്കുക, പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തുക, അതുപോലെ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് നിർത്തിക്കൊണ്ട് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു 20 പേരെ ഒരു ദിവസം 10 പേരെ വെച്ച് നിർത്തി ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും വെച്ചു. നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് നമ്മൾ അത് ചെലവഴിച്ചു. ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു. അത്രയും അവിടെ വൃത്തിയാക്കിയതിനോടൊപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നു കോൺട്രിബ്യൂഷനും കൂടെ നമ്മൾ മേടിക്കണം. അതിനാണ് നമ്മൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് നേരിട്ട് അവരോട് പറഞ്ഞു, പൈസയായിട്ട് ഞങ്ങൾക്ക് തരരുത്, നിങ്ങൾ കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വകയായിട്ട് നിങ്ങൾ ചെയ്ത് വൃത്തിയാക്കണം. അതിനാണ് ആ സൈഡുകളെല്ലാം വൃത്തിയാക്കി നമ്മൾ ബോട്ടിൽ ബിന്നുകളെല്ലാം വെച്ചു. അതെല്ലാം സ്പോൺസർമാരുടെ ഇത് വകയായിട്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കുപ്പികളും ഇതൊക്കെ ഇടലക്കം നമ്മൾ നിർത്തി. പിന്നെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ സമ്പൂർണ്ണ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കി സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്താക്കി മാറ്റാനായിട്ടുള്ള നടപടികളിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡും വളരെ മനോഹരമാക്കി 2 സൈഡിലും നമ്മൾ വൃത്തിയാക്കി. അപ്പൊ കണ്ടക്കടവില് ചെല്ലാനത്തുകാര് JCB ഉപയോഗിച്ചപ്പോൾ അവർക്ക് വഴക്കായി. ഞങ്ങൾ JCB ഉപയോഗിച്ചില്ല. JCB ഉപയോഗിച്ചാൽ സൈഡ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ റോഡ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങള് പുല്ലുവെട്ടുകാരനെ കൊണ്ട് മെഷീൻ ഉപയോഗിച്ച് പുല്ല് വെട്ടുകയും ഈ സ്ത്രീകളെ കൊണ്ട് അവിടെ വൃത്തിയാക്കുകയും ചെയ്യിച്ചു. കുമ്പളങ്ങി കെൽട്രോൺ പാലത്തിന്റെ നിർമ്മാണം പൂജ ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നു കഴിഞ്ഞു. അതിന്റെ ഈ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കുമ്പളങ്ങി കെൽട്രോൺ പാലത്തിന്റെ. അതായത് ഒരു പ്രൊജക്ട് ആരംഭിക്കുന്നു, അതായത് പഞ്ചായത്തിന് ഗുണകരമാവുന്ന ഒരു പ്രൊജക്ട്, പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന പ്രൊജക്ട് ആരംഭിക്കുമ്പോൾ തന്നെ വിവാദം ഉണ്ടാകുന്നു. അത് വിവാദം ഉണ്ടാവുന്നെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്. കാരണം അതിൽ കടത്ത് നിന്നു പോകും.
ജനങ്ങൾക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവിടെ കടത്ത് നിന്നു പോകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നീട് അത് മനസ്സിലായി അത് അങ്ങനെയല്ല, ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെ കടത്തുണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ അന്ന് എന്തോ ഒരു ബുദ്ധിശൂന്യതയിൽ കൊണ്ട് സംഭവിച്ചതാണ്. അത് പിന്നീട് അത് ആവർത്തിക്കാനുള്ള സാഹചര്യം വന്നില്ല. ബദൽ സംവിധാനം നമ്മളുടെ ഇവിടെ ഇപ്പോൾ പിന്നെ ഗവൺമെന്റിന്റെ കിഴക്ക് വശം ജനതാ കടത്ത് നമ്മൾ ആക്കി. ഇന്നിപ്പോ വർക്കെല്ലാം തീർന്നെന്ന് കോൺട്രാക്ട് വന്ന് പറഞ്ഞു. മാധ്യമങ്ങളിലും പരസ്പരം ചെളിവാരിയറിയൽ ഇതെല്ലാം പിന്നെ ഇങ്ങനെ നടന്നു. എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന് തന്നെ ഒരു നാണക്കേട് ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. സത്യത്തിൽ ഇതൊക്കെ ഒരു പ്രൊജക്ട് വന്ന് നടപ്പാവുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായ ജനതയ്ക്ക്, അതായത് രാഷ്ട്രീയമില്ലാതെ നിഷ്പക്ഷമായി ഇതൊക്കെ കാണുന്ന ജനതയ്ക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കും? അവർക്ക് വികാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു വികസനമാണ് ആവശ്യം, അവിടെ രാഷ്ട്രീയമല്ല. ഒരു വികസനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം എന്തെല്ലാം ഉണ്ടാവുമെന്ന് ജനങ്ങൾക്ക് അറിയാം. ആ വികസനത്തെ നമ്മൾ ഭംഗം വരുത്താതെ നമ്മൾ അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുക എന്നതുള്ളതാണ് നമുക്കുള്ള ഒരു ഇത്. അതിൽ ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു. അതൊരു സാഹചര്യം അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് തന്നെയാണെന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കടത്തു നിന്ന് പോവോ, ജനങ്ങൾക്ക് കടത്തു നിന്ന് പോകുന്നത് ആശങ്കയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയായിരുന്നു, കടത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, സ്ത്രീകളുണ്ട്, അവിടെ നിപ്പുറത്ത് വരുന്ന കുട്ടികൾ, പഠിക്കാൻ വരുന്നവരുണ്ട്, ഇവർക്ക് എന്താകും എന്നുള്ളതാണ്. നമ്മൾ പഞ്ചായത്തൊട്ട് ഒരിക്കലും കടത്ത് നിർത്താനും പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരത് നിർത്തിവെച്ച് തരണമെന്ന് പറഞ്ഞ് ബലം പിടിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു ആശങ്കയുണ്ടായി. ആ ആശങ്കയുടെ പുറത്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഉണ്ടായി. പിന്നീട് സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാര്യങ്ങളുടെ നീക്കുപോക്ക്. അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ, പിന്നെ ഒരു വികസനം വരുന്നതിനെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല, ജനങ്ങളെ, എന്റെ കുമ്പളങ്ങിയിലുള്ള ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ അനുവദിക്കരുത് എന്നുള്ള ആ ഒരൊറ്റ ആശങ്കയിൽ മാത്രമാണ് അത് സംഭവിച്ചത്. അത് പിന്നെ ഞങ്ങളത് ഇതാകുന്നില്ല, ഞങ്ങളത് പറഞ്ഞു, ഇപ്പൊ സെറ്റിൽ ചെയ്തു, 2 പഞ്ചായത്തുമായിട്ട് വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു, അവിടെ സോൾവ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നതാണ് അങ്ങനെയൊക്കെ ഒരു കേസിന്റെ ഇതിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോ ഈ നമ്മുടെ ഇപ്പൊ കാലാവധി ഇപ്പൊ തീരാറായല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഞാൻ ആലോചിച്ചിട്ടില്ലെന്ന്. ഒരുപക്ഷെ പാർട്ടി പറയുകയാണ് വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞാൽ, പാർട്ടി എന്നോട് വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കേണ്ട സ്ഥലം എനിക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ഞാൻ അതാവുള്ളൂ. എനിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് ഞാൻ പോയി നിന്ന് തോറ്റ് വരാനായിട്ട് എനിക്കിനി ആഗ്രഹമില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്നെ ഉണ്ട്, ജനങ്ങൾക്ക് അറിയാവുന്നതുമാണ്, അത് ജനങ്ങൾക്ക് ആവശ്യമാണ്. എന്നെ വേണം എന്നുള്ളത് പാർട്ടിക്കും തോന്നണം. ഞാൻ ചോദിക്കുന്നത്, ഈ ജനറൽ വാർഡ് എന്നുള്ളത് പുരുഷനും സ്ത്രീക്കും മത്സരിക്കാൻ പറ്റാവുന്ന വാർഡാണ്. ഒരിക്കലും അത് ജനറൽ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്നുള്ള ചിന്താഗതി വരണ്ട. അവിടെ ഈ 2 കൂട്ടർക്കും മത്സരിക്കാം. പട്ടികജാതി പട്ടികവർഗ അവർക്കും മത്സരിക്കാം, ആർക്കും മത്സരിക്കാം. അതിനാണല്ലോ ജനറൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അതേ വാർഡിൽ തന്നെ പാർട്ടി പറയുകയാണ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങും. കാരണം ഒരു സീറ്റ് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാതെ കിട്ടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാര്യം ഞാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുമെങ്കിലും എന്റെ ഉള്ളിൽ എനിക്ക് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനെ വിട്ടുകൊണ്ട് എനിക്കൊരു പെരുമാറ്റമില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ മൈൻഡ് ചെയ്യില്ല. കാരണം എനിക്കൊരു ഇതുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരത്തിയാണ്. ആ കോൺഗ്രസ്സുകാരത്തിയായിട്ട് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ ഇറങ്ങുന്ന ആ സമയം മുതൽ ഞാൻ പിന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ മാത്രമാണ്. അതുവരെ മൊത്തം ജനങ്ങളുടേതാണ്. അതാണ് എന്റെ കാഴ്ചപ്പാട്. ഞാനിപ്പോ എന്നേക്ക് എപ്പോഴാണ് ഇറങ്ങേണ്ടത് ആ സമയം വരെ ഞാൻ എല്ലാവരുടെയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അനുസരിച്ചിട്ടേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. കിട്ടുന്ന സമയത്തെ എനിക്കിപ്പോ പാർട്ടിയോട് കൂടി പോകാനോ മീറ്റിങ്ങിനൊക്കെ എനിക്ക് സാധിക്കുന്നുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഞാൻ മറികടന്ന് പാർട്ടിയെന്നും പറഞ്ഞിട്ട് എനിക്ക് ഓടാൻ പറ്റാത്ത ഒരു അവസരവും കൂടെയാണ്. അല്ലാത്ത സമയത്തെല്ലാം ഞാൻ പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും എടുക്കുകയും ചെയ്യണമെന്നുണ്ട്. പിന്നെ ബലമായിട്ട് എനിക്ക് ആ സീറ്റ് തരണമെന്ന് പറഞ്ഞ് ഞാൻ പോകില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തന്നാൽ ഞാൻ സ്വീകരിക്കും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്നോട് കൂടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കും അവരോട് സ്നേഹം തോന്നാതെ വരും. അതെല്ലാവർക്കും ഒരു ഇതാണല്ലോ. അതായത്
അതായത് ഒന്നാം വാർഡിലെ പ്രതിനിധിയായ സൂസൻ ജോസഫ് എന്റെ മനസ്സിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി പാർട്ടി നിലപാട് സ്വീകരിച്ചാൽ അപ്പോ സൂസൻ ജോസഫിന്റെ വേറൊരു മുഖം കാണാൻ പറ്റും. കാരണം ഞാൻ സ്നേഹിക്കുന്ന കോൺഗ്രസിനെയല്ലേ, ആ കോൺഗ്രസിനെ സ്നേഹിക്കുമ്പോൾ എന്നെ കോൺഗ്രസ് അല്ല എന്നും പറഞ്ഞ് തള്ളി മാറ്റുവാണെങ്കിൽ പിന്നെ എനിക്കും ഉണ്ടാവുമല്ലോ. അതെന്റെ കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു അമ്മയും അപ്പനും വ്യത്യാസം കാണിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ രീതിയെ പിന്നെ ഞാനും തുടരുള്ളൂ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന് എതിരായ ഒരു നിലപാട് പ്രസ്ഥാനം സ്വീകരിക്കുകയാണെങ്കിൽ അന്നേരം ആ നിലപാട് വ്യക്തമാക്കുള്ളൂ. അതുവരെ ഞാൻ ഒരു കാരണവശാലും ആരോടും എനിക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് ഞാൻ ചെല്ലിയുമില്ല. ഈ 19 വാർഡാകാൻ പോണല്ലോ, അടുത്ത തവണ UDF അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 100% കുമ്പളങ്ങി പഞ്ചായത്ത് UDF തന്നെ ഭരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. അത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും കുമ്പളങ്ങി പഞ്ചായത്ത് UDFിൽ നിന്ന് പോകില്ല എന്ന് തന്നെ ഞാൻ തീർച്ച പറയുന്നു. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഏത് വാർഡിൽ ചെന്ന് ആരോട് ചെന്ന് 10 വോട്ട് ചോദിച്ചാലും അത് ആരും എന്നോട് മറുത്തു പറയില്ലെന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ അടുത്ത് വന്നവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ രാഷ്ട്രീയം നോക്കിയല്ലേ ചെയ്തു കൊടുത്തേക്കണം, അല്ലാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരോടും എനിക്ക് വോട്ട് ചോദിക്കാം, അപ്പോഴും നമ്മളോട് അതേപോലെ പെരുമാറുള്ളൂ. അതെന്റെ വിശ്വാസം തന്നെയാണ്. എനിക്ക് അതുപോലെ നടന്നിട്ടുമുണ്ട്, അത് ഇനിയും മുന്നോട്ട് പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ താങ്കളുടെ ആ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. തീർച്ചയായും അടുത്ത പഞ്ചായത്തിലും സൂസൻ ജോസഫ് എന്ന മെമ്പർ, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടാണ് തീരുമാനിക്കുന്നത്, സൂസൻ ജോസഫ് എന്ന് പറയുന്ന മെമ്പർ ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു, നന്ദി.